ഈ ഏരിയയിൽ ഞാനറിയാത്ത മസിലൻ ചേട്ടനോ? ആരാടാ അത്? ആർച്ച് ഉത്സാഹത്തോടെ ചാടിയിരുന്നേറ്റ് ഗേറ്റിലേക്ക് നോക്കി. വായിനോട്ടൊന്നുമില്ല, ആളറിയാനുള്ള വെറും ആഗ്രഹം. ഓ കുഞ്ഞിരാമൻ. ആളെ കണ്ടതും ആർച്ച കാറ്റൊഴിഞ്ഞ ബലൂൺ പോലെയായി. നോക്കിയതിനേക്കാൾ വേഗത്തിൽ അവൾ തിരിഞ്ഞ് ദേവുവിനെ കണ്ണുരുട്ടി പേടിപ്പിച്ചു. ചുണ്ടുകൂട്ടി താഴേക്ക് തന്നെ ഇരുന്നു. ആ പശു നക്കിയത് പോലെയുള്ള മുടിയും ആടിന്റെ താടി പോലെയുള്ള താടിയും ഉറിയിലും മങ്കുടുക്ക തൂക്കിയ പോലെയുള്ള മൂക്കും ചായക്കടയിൽ ചൂടുള്ള സമാറിന്റെ മുകളിൽ വെച്ച് വീർപ്പിച്ച മിൽമ പാലിന്റെ പാക്കറ്റ് പോലത്തെ വീർത്ത കണ്ണുകളും ഹാവിൽ അടക്കുമ്പിയ പോലത്തെ ആ ചുണ്ടും ചിരി വെളുത്ത നിറവും കണ്ടിട്ടാണോടി നീ ഗ്ലാമർ എന്ന് പറഞ്ഞ് ആർച്ച ദേവുവിന് അറഞ്ചം പുറഞ്ചം പുച്ഛിച്ചു. ദൈവമേ, ഇത്രയും ഭംഗിയുള്ള ചെക്കനെയാണല്ലോ ഇങ്ങനെ വർണ്ണിച്ച് കൊല്ലുന്ന ഇവള്. എടി കഴിഞ്ഞില്ല, വീണ്ടും ഒരെണ്ണം കൂടെ വരുന്നുണ്ട്. തിരിഞ്ഞു നോക്കാതെ അവൾ ആർച്ചയെ കാലുകൊണ്ട് തട്ടി. കോൺസെൻട്രേഷൻ പോകാൻ പാടില്ലല്ലോ. ആ ചേട്ടന്റെ തൊട്ട് പിറകെ ഒരു ചേച്ചി ഉണ്ടോ നോക്കിയേ? ആർച്ച ചോദിച്ചു. ആ ഉണ്ട്, കൊള്ളാല്ലേ, നമ്മുടെ ഹരിയേട്ടന് നോക്കാം. ദേവ് വീണ്ടും. ആ അതിന് അവരുടെ ഭർത്താവ് സമ്മതിക്കാൻ തോന്നില്ല, ആർച്ച അലസമായി പറഞ്ഞു. നിനക്കറിയാം അവരെ? ദേവ് അവളെ നോക്കി. പിന്നെ നന്നായിട്ടറിയാം, ആദ്യം വന്നതാ. ഇത്രയും സമയം നിനക്ക് പറഞ്ഞു തന്ന കുഞ്ഞിരാമൻ അഥവാ ഭരത്. തൊട്ട് പിറകെ വന്ന അവന്റെ ഏട്ടൻ ശരത്ത്. പറഞ്ഞു കഴിഞ്ഞിട്ട് അനക്കൊന്നും കേൾക്കാത്ത കണ്ട് തലയുയർത്തി നോക്കി. ദേവു മുന്നിലില്ല. ചുറ്റുമൊന്ന് നോക്കിയതും മിന്നായം പോലെ എന്തോന്ന് താഴേക്ക് പോകുന്ന കണ്ട് ആർച്ച പുറകെ ഓടി. താഴെ ചെല്ലുമ്പോഴെന്താ ഭരത്തിന് നേർക്ക് കയ്യും നീട്ടി നിൽക്കുന്ന ദേവ്. ഹസ്തദാനമാണ് കുട്ടി ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. കുഞ്ഞിരാമൻ കണ്ണു തള്ളി നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടി ഓടി വന്നത് മുന്നിലേക്ക് കൈ നീട്ടി നിന്നാൽ ആരായാലും പകച്ചു പോവും. കോഴിക്കുഞ്ഞുങ്ങൾ. ആർച്ച രണ്ടുപേരെയും നോക്കി പുച്ഛിച്ച് നേരെ അടുക്കളയിലേക്ക് വെച്ച് പിടിച്ചു. ഭരത്ത് മുന്നിലേക്ക് നീണ്ടുവന്ന കൈയുടെ ഉടമസ്ഥയെ നോക്കി. ദേവപ്രിയ, ആരുവിന്റെ കസിനാ. ഉണ്ണിയാർച്ചയുടെ കൂടെ കട്ടക്ക് പിടിച്ചെടുക്കുന്ന കുഞ്ഞിരാമനെ കണ്ടപ്പോ പരിചയപ്പെടാൻ ഓടി വന്നതാ. ദേവ് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. ഭരത് ചിരിയോടെ കൈ കൊടുത്തു. ഇന്നത്തെ എന്റെ ഫുഡിന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി. വെട്ടിത്തിരിഞ്ഞു പോകുന്ന ആർച്ചയെ കണ്ട് അവൻ ചിരിച്ചു. ദേവ് ചമ്മലോടെ ചിരിച്ചു. ഒരു കാര്യമില്ലാതെ വീട്ടിൽ ചുമ്മാ ചുറ്റിയിടുന്ന സമയം കളഞ്ഞുകൊണ്ടിരുന്ന കൃഷ്ണപ്രിയ കൃത്യസമയത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഭരത്തിന് കൈ കൊടുത്തിരിക്കുന്ന ദേവിനെ കണ്ട് അവളെ ഒന്ന് രൂക്ഷമായി നോക്കി. ദേവ് പിന്നെ ആ ഭാഗത്തേക്ക് നോക്കാനായി പോയില്ല. നോക്കിക്കഴിഞ്ഞാൽ നല്ല നടപ്പുള്ള അമ്മയുടെ സ്റ്റഡി ക്ലാസ് കേൾക്കേണ്ടി വരും. ആൺകുട്ടികളോട് ഒരു കൈയകലത്തിൽ നിന്ന് സംസാരിക്കണമെന്നാണ് അമ്മയുടെ ഉപദേശം. ദേവ് സ്വയം നോക്കി. ഉണ്ടല്ലോ, നീട്ടിപ്പിടിച്ച കൈ ആയതുകൊണ്ട് ഒരു കൈ അകലമുണ്ട്. അപ്പോഴേക്ക് ആരവും വന്ന് അവനെ പരിചയപ്പെട്ടു. രണ്ടുപേരുടെയും യുദ്ധത്തിന്റെ കഥകൾ ദേവ് പറഞ്ഞു കൊടുത്തതോടെ ആരവ് ഇരുന്നും നിന്നും കിടന്നും വയറുപത്തിയും ചിരിക്കാൻ തുടങ്ങി. ആർച്ച അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ രാധയും പത്മയും ശാലിനിയും ജയശ്രീയും ഒക്കെ ഡൈനിങ് ടേബിളിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. പത്മയുടെ അടുത്ത് ചെന്നൊന്ന് ചേർത്ത് പിടിച്ചു ആർച്ച. രാധയ്ക്ക് ഒരു മനോഹരമായ ചിരിയും. ചിരിച്ചു ചിരിച്ചില്ലെന്ന മട്ടിൽ ഒരു ചിരി തിരികെ നൽകി രാധ. അവരിയ്ക്കുന്ന കസേരയുടെ പുറകിൽ കയ്യൂന്നി നിന്ന് അവൾ രാധയുടെ അടുത്തേക്ക് മുഖം താഴ്ത്തി. നിതീഷേട്ടൻ വന്നിട്ടില്ലേ ചേച്ചി? അവൾ പതിയെ ചോദിച്ചു. അത് നിധിമോൻ എന്തോ ജോലി തിരക്ക്, അവൻ പുറത്തുപോയി. രാധൽപ്പം പതർച്ചയോടെ പറഞ്ഞു. അതൊന്നും ആവില്ല, ഞാൻ നേരിട്ട് വിളിക്കാൻ നിന്റെ പരിഭവം കാണും. ഞാൻ വിളിച്ചു വരാൻ പറയാം. അവരുടെ കവളിൽ പിടിച്ചു വലിച്ച് ആർച്ച കണ്ണി ചിമ്മി കാണിച്ചു. രാധയുടെ ഉള്ളിലൊരു ഭൂകമ്പം തന്നെ നടന്നു. ഇവിടേക്ക് വരാൻ നിന്ന നിതീഷിനെ ഭീഷണിപ്പെടുത്തി പുറത്തേക്ക് പറഞ്ഞയച്ചതാ. അവന് പോവാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ആർച്ച വിളിച്ചാവും വരുമോ ആവോ. അതുവരെ വളരെ സമാധാനപരമായി സന്തോഷത്തോടെ സീരിയൽ മുതൽ അന്താരാഷ്ട്ര വിഷയങ്ങൾ വരെ കടന്നുപോയ ചർച്ചയിൽ സജീവമായി പങ്കെടുത്ത രാധയുടെ ആവേശം അല്പം കുറഞ്ഞു. ആർച്ച ഒരു കുസൃതി ചിരിയോടെ അടുക്കളയിൽ ചെന്ന് ഫ്രിഡ്ജിൽ നിന്ന് ചോക്ലേറ്റ് എടുത്ത് പുറത്തേക്ക് പോയി. കേക്ക് മുറിച്ചു കഴിഞ്ഞ് മുകളിലെ കോമൺ ബാൽക്കണിയിൽ ഇരുന്ന് ആയുഷിനെയും ഹരികൃഷ്ണനെയും വീഡിയോ കോൾ ചെയ്യുകയായിരുന്നു ആർച്ചയും ദേവും. പെട്ടെന്നാണ് മുറ്റത്താരോ ബഹളം വയ്ക്കുന്നവർ കേട്ടത്. രണ്ടുപേരും ചാടി എഴുന്നേറ്റ് താഴേക്ക് എത്തി നോക്കി. മുറ്റത്ത് നിന്ന് ഉച്ചത്തിൽ സംസാരിക്കുന്ന കിച്ചുവിനെ കണ്ടതും ആർച്ചയ്ക്ക് അപകടം മണത്തു. കോള് കട്ട് ചെയ്തവൾ താഴേക്ക് ഓടി. പുറകെ ദേവും. സിറ്റ് ഔട്ടിൽ കൂടി നിൽക്കുന്നവർക്കിടയിലൂടെ അവൾ മുന്നിലേക്ക് ചെന്നു. ദാ വന്നല്ലോ, ചോദിച്ചു നോക്ക്. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നുണ്ടില്ലേ? കിച്ചോളെ കണ്ടതും പരിഹാസത്തോടെ പറഞ്ഞു. അവന്റെ മുഖത്ത് ഒരു സന്തോഷം നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. ഇവൻ എന്തോ കാര്യമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. അവളുടെ തല പുകഞ്ഞു. അവന് കൂടെ വന്ന ആൾക്കാരിലൂടെ അവളുടെ മിഴികൾ സഞ്ചരിച്ചു. പലതവണ കീർത്തിയുടെ ഫോണിൽ ഫോട്ടോ കണ്ടിട്ടുള്ള കാരണം അവൾക്ക് എല്ലാവരെയും മനസ്സിലായി. കിച്ചുവിന്റെ മൂത്ത അമ്മാവൻ കലേഷ്, ചെറിയമ്മാവൻ സുധീഷ്, ചെറിയച്ഛൻ സതീഷ്, പിന്നെ കിച്ചുവിന്റെ അച്ഛൻ. അവൾ തലപതിയെ ചിരിച്ച് കൃഷ്ണകുമാരനെ നോക്കി. അയാൾ ഒന്നുമില്ലെന്ന് കണ്ണിച്ചിമ്മി കാണിച്ചു. സന്തോഷേ, ഇവിടെ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നടക്കുക. നമുക്ക് നാളെ ഈ കാര്യം സംസാരിക്കാം. വളരെ ശാന്തമായി കൃഷ്ണകുമാർ പറഞ്ഞു. അതെ, പ്രശ്നം എന്തായാലും നാളെ സംസാരിക്കാം. നന്ദകുമാർ അത് ശരിവെച്ചു.
അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ സന്തോഷം തല്ലിക്കെടുത്തി എന്നെ അപമാനിച്ച് അങ്ങനെ നിങ്ങൾ സന്തോഷിക്കുന്ന ഞാൻ നോക്കിക്കണോ? കിച്ചു കിടന്ന് തിളക്കുന്നുണ്ട്. 2 പപ്പട ഇപ്പൊ പെട്ടെന്ന് പൊരിച്ചെടുക്കാം. ഇവനാരെങ്കിലും തീയിലെടുത്തിട്ടോ ഇങ്ങനെ കിടന്ന് ചാടാൻ? ആർച്ച് അവൻ അടിമുടി നോക്കി. അതാവാൻ പറഞ്ഞ ന്യായല്ലേ? ഒരിക്കലും എല്ലാം പറഞ്ഞ് ചാണകവെള്ളം ഒഴിച്ചവനെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തി ഒഴിവാക്കി പോയതല്ലേ? പിന്നെ ഈ കുട്ടിക്ക് അവന്റെ വിവാഹം മുടക്കേണ്ട കാര്യം എന്താ? കിച്ചുവിന്റെ ചെറിയമ്മാവ് മുന്നിലേക്ക് വന്ന് ആർച്ചയ്ക്ക് നേരെ വിരൽ ചൂണ്ടി. ആർച്ചയുടെ കണ്ണുകൾ കിച്ചുവിന്റെ മേലായിരുന്നു. ഇതൊക്കെ ഇത്ര വിശദമായിട്ട് ഇവിടെ പറഞ്ഞ നാണം കെടുത്തേണ്ട കാര്യം എന്താണെന്നായിരുന്നു കിച്ചുവിന്റെ ചിന്ത. അവന്റെ മുഖഭാഗം കണ്ടത് ആർച്ചയ്ക്ക് ചിരി വന്നു. ഓ, അപ്പൊ അതാണ് കാര്യം. ആർച്ച പിറുപിറുത്തു. ഞാൻ പറഞ്ഞല്ലോ, എന്റെ മോൾ അങ്ങനെ ചെയ്യില്ല. അവൾക്ക് അതിന്റെ ആവശ്യവുമില്ല. കൃഷ്ണന്റെ സ്വരവും കടുത്തു തുടങ്ങി. അല്ലെങ്കിലും സ്വന്തം മക്കൾ തെറ്റിയില്ലെന്ന് ആർക്കും തോന്നും. വീണ്ടും വീണ്ടും എന്റെ പുറകെ നടക്കായി കുട്ടിക്ക് നാണമില്ലേ? പെമ്പിള്ളേരെ അടക്കി ഒതുക്കി വളർത്തണം, ഇല്ലെങ്കിൽ നാട്ടുകാർ നോക്കിക്കില്ല. കലേഷ് കൃഷ്ണനെ നേരെ ചീറി. ആർച്ചയ്ക്ക് ദേഷ്യം ഇരച്ചു കയറി. അവൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും കയ്യിലൊരു പിടി വീണു. അവൾ തിരിഞ്ഞു നോക്കി. അമ്മ അവിടെ നിൽക്കാരൂ, അച്ഛൻ സംസാരിക്കും, നീ പോണ്ട. അവർ പതിയെ പറഞ്ഞു. ആർച്ച കൈ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ജയശ്രീ അവളെ മുറുകെ പിടിച്ചു വെച്ചു. വീടിന്റെ മുമ്പിൽ വന്നിന്ന് എന്റെ മോളെ കുറിച്ച് അനാവശ്യം പറയരുത്. കൃഷ്ണൻ കലേഷിന് നേരെ വിരൽ ചൂണ്ടി. തന്റെ മോൾക്ക് ചെയ്യാം, പറഞ്ഞതിനാണ് പ്രശ്നം. തന്റെ മോൾ ആരാടോ? കലേഷിന്റെ ഈ ശബ്ദമുയർന്നു. സതീഷ് അയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളെ ചെറുക്കിനെ ഇവളെ ഒഴിവാക്കി തന്നെയാ. അത് ഇവളെ വേണ്ടാത്തോണ്ടാ. തന്റെ മോളും കൂടെ കല്യാണം മുടക്കി ഇവന്റെ തലയിൽ തൂങ്ങാനുള്ള പ്ലാനുമായിട്ട് ഇറങ്ങാനുണ്ടല്ലോ. അയാൾ കൃഷ്ണന്റെ ഷർട്ടിൽ കുത്തിപ്പിടിക്കാൻ ശ്രമിച്ചു. ആർച്ചയുടെ മുഖമിരുണ്ടു. കിച്ചു ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന അവൾ ശ്രദ്ധിച്ചു. ജയശ്രീയുടെ കൈ അവൾ ബലമായി പിടിച്ചു മാറ്റി. എന്റെ അച്ഛനാണമേ, എനിക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല. അവൾ പുറത്തേക്ക് ചാടിയിറങ്ങി. അപ്പോഴേക്കും ശരത്ത് മുന്നിലേക്ക് കയറുന്നു കലേഷിന്റെ കയ്യിൽ ബലമായി പിടിച്ചു മാറ്റി. അയാളുടെ നെഞ്ചിൽ തള്ളി പുറകിലേക്ക് നീക്കിർത്തുന്ന ശരത്തിനെ കണ്ട് അവളും നിന്നു. കൃഷ്ണകുമാറിനെയും നന്ദകുമാറിനെയും പുറകിലേക്ക് മാറ്റിർത്തി ഭരത്തു ആരവും കൂടെ മുന്നിലേക്ക് കയറി നിന്നു. ഞാൻ സമാധാനമായിട്ട് സംസാരിച്ചു തീർക്കാന്ന് അങ്കിൾ പറഞ്ഞോണ്ടാ ഇത്രയും സമയം നിങ്ങൾ പറഞ്ഞു കേട്ട് ഞങ്ങൾ മിണ്ടാണ്ടിരുന്നത്. കയ്യാങ്കളിയാണെങ്കിൽ വാ, നമുക്ക് തള്ളി നോക്കാം, എന്നിട്ട് സംസാരിക്കാം. അതാവുമ്പോ സംസാരിച്ചു തീർത്ത ഇവനിട്ട് 2 പൊട്ടിക്കാൻ പറ്റില്ലെന്ന് ഞങ്ങളുടെ വിഷമവും മാറും. ശരത്ത് കിച്ചുവിന് നേരെ വിരൽ ചൂണ്ടി. കഥയും തിരക്കഥയൊക്കെ എഴുതി തയ്യാറാക്കി വെച്ച സീനായിരുന്നു. ഒരാവശ്യമില്ലാതെ വലിഞ്ഞു കയറി വന്ന് ഡയലോഗ് അടിക്കുന്ന ശരത്തിന്റെ രൂപത്തിലുള്ള ട്വിസ്റ്റിനെ നോക്കി കിച്ചു പകച്ചു പണ്ടാരടങ്ങി നിന്നു. തൂലിക നഷ്ടപ്പെട്ട എഴുത്തുകാരനെ പോലെ. ധൈര്യം ഉണ്ടെങ്കിൽ നീ തല്ലി നോക്കടാ, ഞങ്ങൾ ചെറുക്കിനെ തൊട്ട കയ്യാൻ വിട്ടും. ആവേശമൂത്ത സുധീഷ് മുന്നോട്ട് ചാടി വീണ് ശരത്തിനെ പിടിച്ച് തള്ളി. കിച്ചു ശരത്തിനെ പൂച്ചിച്ച് ഞെളിഞ്ഞു നീ. തള്ളിയത് മാത്രമേ എല്ലാവരും കണ്ടുള്ളൂ. ബാക്കിയുള്ളത് ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന അവസ്ഥയായിരുന്നു. അടികിട്ടിയ സുധീഷ് പോലും ഒന്നും കണ്ടില്ല. അടികിട്ടിയതിന് ശേഷം പിന്നെയൊന്നും കാണാനും പറ്റിയില്ല. പടക്കം പൊട്ടുന്ന പോലെ ഒരു ശബ്ദം മാത്രം എല്ലാവരും കേട്ടു. തൊട്ടുപുറകെ മുണ്ട് മടക്കി കുത്തി ഷർട്ടിന്റെ സ്ലീവ്സ് മടക്കി വെച്ച് കൈകുടയുന്ന ശരത്തിനെയും കണ്ടു. സുധീഷ് അവനെ തുറിച്ചു നോക്കി. വാസ്തവത്തിൽ കാണുമ്പോൾ പുള്ളിക്കാരെ തുറിച്ചു നോക്കുന്നതായി തോന്നുമെങ്കിലും കണ്ണിൽ നിറയെ മഞ്ഞ 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 ബൾബുകൾ കത്തി നിൽക്കുന്നതിനാൽ കണ്ണ് ചിമ്മാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണെന്നത് പുള്ളിയുടെ അന്തരംഗത്തിൽ മാത്രം ഓടുന്ന ഒരു തുണിയെടുക്കാത്ത സത്യമാണ്. ആരോടെങ്കിലും ഒന്ന് പറയാന്ന് കരുതിയ അല്പം മുമ്പ് കൈവെട്ടെന്ന് പറയാൻ തുറന്ന വായപ്പോൾ അടക്കാൻ പോലും പറ്റുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ ഇവന്റെ കൈവെട്ടാൻ പോയാലുള്ള അവസ്ഥ ദൈവമേ. ശരത്ത് അയാൾക്ക് നേരെ വിരൽ ഞൊടിച്ചു. ഓ, ഇനി തനിക്കെന്റെ ധൈര്യത്തിൽ വല്ല സംശയമുണ്ടോ? ഉണ്ടീ വാ, എല്ലാം തീർത്തിട്ട് പോയാ മതി. അയാളെ രൂക്ഷമായി നോയിക്കൊണ്ട് അവൻ പറഞ്ഞു. സുധീഷ ഒന്നും കേട്ടില്ല. അയാൾ കണ്ണു ചിമ്മി മഞ്ഞ 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 ബൾബുകൾ അണക്കാൻ നോക്കുകയായിരുന്നു. അണയ്ക്കാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു. അധ്വാനിക്കുവിൻ വിജയം നേടും എന്നാണല്ലോ. ഇത് കൊള്ളാലോ, തെറ്റ് ചെയ്ത് നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടി എന്നിട്ട് ചോദിക്കാൻ വന്ന ഞങ്ങളുടെ നേരെ കുതിര കയറുന്നോ? നന്നായിട്ടുണ്ട്. കലേഷ് വീണ്ടും മുന്നിലേക്ക് വന്നു. ഇത്തിരി മുമ്പ് പുള്ളി കിട്ടേണ്ട അടിയായിരുന്നു, ജസ്റ്റ് മിസ്. അതിന്റെ ഒരു പേടി ഉള്ളതുകൊണ്ടാണ് എന്തോ ഇത്തവണ ശരത്തിന്റെ ഒരു കൈ അകലത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. സതീഷ് ഇതിലൊന്നും പെടാൻ നിൽക്കുന്നുണ്ട്. കണ്ടാലേ അറിയാം ഇതിലൊന്നും ഒരു താല്പര്യവും ഇല്ല. ആരോ നിർബന്ധിച്ച് കൊണ്ടുവന്നാണ്. സന്തോഷമെല്ലാം കൈവിട്ടു പോയല്ലോ എന്ന മട്ടിലും. താൻ കുറെ നേരമായല്ലോ അവള് തെറ്റിയതു എന്ന് പറയുന്നു. തന്റെ കയ്യിൽ ആർച്ചയാണ് ഈ വിവാഹം മുടക്കിയതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഭരത്തിന്റെ ശബ്ദമുയർന്നു. അത് നിങ്ങൾ ആദ്യം അതിനു മറുപടി പറയും. അല്ലാതെ വീട്ടിൽ കയറുമെന്ന് എന്റെ പെങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടുകൊണ്ട് നിൽക്കാം. ഞങ്ങൾ കല്ലും മരമൊന്നല്ല. ആരവും കൃത്യസമയത്ത് മുന്നിലേക്ക് വന്നു. കിച്ചുവിന് അപ്പോഴാണ് ശ്വാസം നേരെ വീണ്. സ്റ്റോറി വീണ്ടും ട്രാക്കിലേക്ക് കയറി. കഥാകൃത്ത് ഞൊടിയിടയിൽ ഉണർന്നു. തൂലിക കയ്യിലെടുത്തു. എടുത്തു കൊടുക്ക, കേട്ടി രസിക്കട്ടെ.
മഞ്ഞ 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 ബൾബുകൾ ഒക്കെ ഒരുവിധം അണച്ചു വെച്ച് സുധീഷ് അലറി. ഹൈസ്, അടി ചോദിച്ചു വാങ്ങിക്കാൻ ഇത്രയും ആക്രാന്തമുള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ദേവുവിന്റെ ആത്മഹത്യം കേട്ട് പത്മ ചിരിച്ചുപോയി. കിച്ചു ഫോൺ എടുത്തൊരു ഓഡിയോ പ്ലേ ചെയ്തു. ഇത് അനകക്ക് പോയ കോളാ, ഇതേപോലെ അനൂജിനൊരു കോള് പോയിട്ടുണ്ട്. അവൻ ഫോൺ അവർക്ക് നേരെ നീട്ടിപ്പിടിച്ചു. ആർച്ചയുടെ ശബ്ദം കേട്ടു തുടങ്ങി. കിച്ചുമായി സ്നേഹത്തിലായിരുന്നെന്നും അവൻ തന്നെ ചതിച്ചെന്നും തന്നെ പോലെ ഒരുപാട് പെൺകുട്ടികളെ ചതിച്ചുവെന്നും തുടങ്ങി കിച്ചുവിനെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്ന സംഭാഷണം അവസാനിച്ചപ്പോൾ കിച്ചു വിജയെ പോലെ എല്ലാവരെയും നോക്കി. ഇനി എന്താ പറയാനുള്ളത്? ഇത് ഇവളുടെ ശബ്ദത്തിൽ നിന്നാണോ? ഇനി അല്ലെന്ന് വായിച്ചാൽ തന്നെ ഇവള് വിളിച്ച നമ്പർ ഇവളുടെ സ്വന്തം പേരുള്ളതാ. അത് ഇപ്പൊ ഉപയോഗിക്കുന്നതല്ല, വേറൊരെണ്ണം. പരിചയമുള്ള ഒരു പോലീസുകാരന്റെ സഹായത്തോടെ അതും കൂടെ ഉറപ്പിച്ചിട്ടാ ഞങ്ങൾ വന്ന്. കിച്ചു പറഞ്ഞു നിർത്തിയതും ആർച്ച അവനെ തന്നെ നോക്കി നിന്നു. അവന്റെ മുഖത്ത് ഒളിപ്പിച്ചു വെച്ച ആഹ്ലാദം, പ്രതികാരം എല്ലാം അവൾക്ക് വ്യക്തമായി കാണാമായിരുന്നു. മറ്റാര് കണ്ടില്ലെങ്കിലും ഒരു ഭാവഭേദമില്ലാതെ അവൾ നിൽക്കുന്നുണ്ട്. ആരു? വലിയച്ഛൻ വിളിക്കുന്ന കേട്ട് അവൾ തലയിരിച്ച് അയാളെ നോക്കി. അയാൾ അവൾക്ക് നേരെ കുതിച്ചു വന്നു. മുഖത്തെ പേശികൾ ദേഷ്യം കൊണ്ട് വിറച്ച്. നാട്ടുകാരുടെ മുമ്പിൽ കുടുംബത്തെ മുഴുവൻ തലകുനിച്ച് നിർത്തിയപ്പോ നിനക്ക് സമാധാനയോടി ആസത്തെ. നന്ദകുമാർ അവൾക്ക് നേരെ കൈവീശിയതും ഭരത അയാളുടെ കയ്യിൽ പിടുത്തമിട്ടു. നന്ദകുമാർ അവനെ രൂക്ഷമായി നോക്കി കൈകുതിരിച്ചു. ഒരു ഭാഗം മാത്രമേ എല്ലാവരും ഇതുവരെ കേട്ടുള്ളൂ. ആർച്ചിക്ക് പറയാനുള്ള കൂടെ കേട്ടിട്ട് പോരാങ്കൾ, തല്ലുന്നതും കൊല്ലുന്നൊക്കെ. ഭരത് അയാൾ അല്പം പിറകിലേക്ക് നീക്കിർത്തി. ഒരു ദേഷ്യത്തിന് അവളെ തള്ളിക്കഴിഞ്ഞ് തെറ്റവളുടെ ഭാഗത്തല്ലെങ്കിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരും അങ്കിള്. അവളുടെ മുമ്പിലും സ്വന്തം വീട്ടുകാരുടെ മുമ്പിലും. അതൊക്കെ വേണോ? ഒരൽപ്പം ക്ഷമിച്ചാ നമ്മുടെ മുമ്പിൽ ഇതിന്റെ ഉത്തരവുണ്ടാവും. എന്നിട്ടാവാം തല്ലിലും കൊല്ലലും ഒക്കെ. ഭരത് തിരിഞ്ഞ ആർച്ചയെ നോക്കി. അവളിപ്പോഴും ആ പഴയ ഭാവത്തിൽ തന്നെ. കേട്ടിട്ടുണ്ട്. ഒരു കുലുക്കവും ഇല്ല. എന്തിന്റെ കുഞ്ഞാണോ എന്തോ. അവൻ നെടുവീർപ്പെട്ടു. ആർച്ച കൃഷ്ണകുമാരൻ മുമ്പിലേക്ക് ചെന്നു. അയാൾ അവിടെ ചുമലിലും തട്ടി. കണ്ണു ചിമ്മി പുഞ്ചിരിച്ച് അവൾ തിരിഞ്ഞ് കിച്ചുവിനെ നോക്കി. എന്റെ മറുപടി, ഞാൻ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് 100% ഉറപ്പുള്ള ഒരു കാര്യത്തിന് നിങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യം പോലും എനിക്കില്ല. പക്ഷെ എന്റെ പേരിൽ ഇത്രയും ആരോപണം വന്ന സ്ഥിതിക്ക്, എന്റെ വീടിന് മുമ്പിൽ വന്നിന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇനി ഇതിന്റെ സത്യാവസ്ഥ എനിക്കും അറിയണം. അവളും നിർത്തി എല്ലാവരെയും നോക്കി. ഒടുവിൽ ആ മിഴികൾ കിച്ചുവിൽ പതിഞ്ഞു നിന്നു. ഈ അനൂജ് ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ അയാളെ വിളിച്ചിട്ടില്ല. അയാൾ ആരെങ്കിലും ആയിക്കോട്ടെ. ഞാൻ അയാളോട് സംസാരിക്കാൻ ഉപയോഗിച്ച എൻ്റെ പേരിലാണെന്ന് പറയുന്ന നമ്പരുണ്ടല്ലോ, അത് ഏത് നമ്പരാണെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ആർച്ചയുടെ രൂക്ഷമായ നോട്ടത്തിൽ അവനൊന്ന് പതറി. അത് എൻ്റെ പേരിലുള്ള നമ്പരാണല്ലോ, അപ്പൊ എനിക്കറിയാൻ അവകാശമില്ലേ? എൻ്റെ അറിവിൽ ഞാൻ പ്രത്യേകിച്ച് വേറൊരു ഫോൺ നമ്പർ ഉപയോഗിക്കാത്ത സ്ഥിതിക്ക് അതെനിക്കറിയണം. ഇല്ലെങ്കിൽ ഈ നിമിഷം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം. കിച്ചു നിന്ന് വിയർക്കുന്നവൾ ആസ്വദിച്ചിരിച്ചു. നമ്പർ ഇതാ കിച്ചു കേട്ടാ. ആർച്ച ഫോൺ എടുത്ത് അവനെ നോക്കി. എടുത്തു കൊടുക്കടാ, തമ്പുരാട്ടി കണ്ട് ബോധ്യപ്പെട്ടേ. സുധീഷ് അവൾക്ക് നേരെ ചീറി. തനിക്കുള്ള നല്ല ഒന്നാന്തരം പായസം അണ്ടിപ്പരിപ്പിട്ട് ഞാൻ തരാം. അയാളെ തുറിച്ചു നോക്കി ആർച്ച മുറുമുറുത്തു. കിച്ചൊരു പേപ്പർ അവിടെ നേരെ നീട്ടി. അനൂജിന്റെ കോൾ ഡീറ്റെയിൽസ്. അവൻ റൗണ്ട് ചെയ്തു വെച്ച നമ്പർ ആർച്ച തന്റെ ഫോണിൽ ഡയൽ ചെയ്തു. വിളിച്ചു നോക്കിയിട്ടും വലിയ കാര്യം ഉണ്ടാവില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഗ്രീഷ്മ വന്ന് അവളുടെ കയ്യിൽ നിന്ന് ആ പേപ്പർ വാങ്ങിച്ചു നോക്കി. ദേവു ഫോണും. ആരു? ഗ്രീഷ്മ സംശയത്തോടെ ആർച്ചയെ നോക്കി. നിനക്ക് എത്ര മണിവരെ ക്ലാസ്? ഗ്രീഷ്മയുടെ ചോദ്യം കേട്ട് ആർച്ചയുടെ മുഖം ചുളിഞ്ഞു. ഗ്രീഷ്മയുടെ കയ്യിൽ നിന്ന് ആ പേപ്പർ വാങ്ങി അതിലൂടെ കണ്ണോടിച്ച് നോക്കവേ അവളുടെ മുഖം വിടർന്നു. ഈ നമ്പർ എൻ്റെ ID ഉപയോഗിച്ച് എടുത്താവും, പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് ഞാനല്ല. ഈ കോൾ വിളിച്ചത് ഞാനല്ല. ഇതിൽ ഈ പറയുന്ന ദിവസം ഇതേ സമയം കോളേജിൽ നേരത്തെ ഇറങ്ങി ഞാൻ ടൗണിലെ ജവഹർ ലൈബ്രറിയിലായിരുന്നു. പേപ്പർ ഉയർത്തിപ്പിടിച്ച് അവൾ കിച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി. കയ്യോടെ പിടിക്കപ്പെട്ട അങ്ങനെ പലതും പറയും രക്ഷപ്പെടാൻ. അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഞങ്ങള്. കലേഷ് പരിഹസിച്ചു. അയ്യോ, സാറ് വിശ്വസിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. തെളിവ് സഹിതം നിങ്ങൾ വന്നുകൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കേണ്ടത് എൻ്റെ ആവശ്യമാണല്ലോ. ആർച്ച ചിരിച്ചു. ഈ പറഞ്ഞ ലൈബ്രറിയിൽ ഇൻ ആൻഡ് ഔട്ട് രജിസ്റ്റർ ഉണ്ട്. കയറുമ്പോഴും ഇറങ്ങുമ്പോഴും സമയം എഴുതി സൈൻ ചെയ്യും. അതിനുള്ളിൽ കയറിയിട്ട് വിളിക്കാലോ. സുധീഷ് അവൾ പറയുന്നതിനിടയിൽ കയറി. ആവേശത്തിരി കൂടുതലല്ലേ ചേട്ടാ? അടങ്ങി നിൽക്ക് ചേട്ടാ. നന്നായി ഒന്ന് പുച്ഛിച്ച് വിട്ടു ആർച്ച. ലൈബ്രറിയിലേക്ക് കയറുമ്പോൾ തന്നെ ഫോൺ ഉൾപ്പെടെ കയ്യിലുള്ള ബാഗ് സാധനങ്ങളെല്ലാം പുറത്ത് സൂക്ഷിക്കണം. മുമ്പ് 1-2 തവണ അവിടെ ബുക്സ് മോഷണം പോയപ്പോൾ ഉണ്ടാക്കിയ റൂളാണ്. ഉള്ളിലേക്ക് വേണമെങ്കിൽ ആകെ കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഒരു ബുക്കും പേനയുമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. അതിനുള്ളിൽ മുക്കിലും മൂലയിലും വരെ ക്യാമറയും ഉണ്ട്. അതായത് അതിനുള്ളിൽ കയറിയ ഒരാൾക്കും ക്യാമറയുടെ നിരീക്ഷണത്തിലല്ലാതെ സമയം ചെലവഴിക്കാൻ പറ്റില്ല. വായിക്കാനെന്ന പേരും പറഞ്ഞ് അതിനുള്ളിൽ പ്രണയസല്ലാപം നടത്തുന്നത് തടയാനാണ് ഇത്തരം ഒരു ഏർപ്പാട്. പിന്നെ അതിനുള്ളിൽ നിന്ന് സംസാരിക്കാൻ ഒട്ടും പറ്റില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന സമയം ഞാൻ അവിടെയായിരുന്നത് എനിക്ക് നിസ്സാരമായിട്ട് തെളിയിക്കാൻ പറ്റും. ഇനിയും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നാളെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഓഡിയോ ഒന്നല്ല, നല്ല ഒന്നാന്തരം വീഡിയോ തന്നെ കിട്ടും. അവൾ പറഞ്ഞു നിർത്തപ്പോഴേക്കും അവിടെ നിശബ്ദത പരന്നു. ആരു, ഇതിൽ പേര് മാത്രമേ നിന്റെ ഉള്ളൂ. മെയിൽ ID ഏതാ? അരുണിൻ്റെയാ?
പെട്ടെന്ന് ദേവ് പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ആർച്ച തിരിഞ്ഞു നോക്കി. പുറകിൽ ട്രൂ കോളർ ഓപ്പൺ ചെയ്ത് ഫോൺ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നവൾ നോക്കിയൊന്ന് കണ്ണു ചെമ്മി പതിയെ കിച്ചുവിന്റെ നേരെ നോക്കി. ദേവി പോലും എൻ്റെ കൂടെയാ. ആർച്ച കിച്ചുവിന് കേൾക്കാൻ മാത്രം നേരത്തെ ശബ്ദത്തിൽ പറഞ്ഞു. കിച്ചു പ്രേതത്തെ കണ്ട പോലെ വിളറി വെളുത്ത് നിന്നുപോയി. ഈ അരുൺ കിച്ചേടന്റെ ഫ്രണ്ട് അല്ലേ? കിച്ചുവിന്റെ പെട്ടിയിലേക്ക് അവസാനത്തെ ആണിയും അടിച്ച് ആർച്ച മനോഹരമായി ചിരിച്ചു.